ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ ഇറച്ചിപ്പത്തിരിയാണ്. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ നമ്മളിതിന്ന് രണ്ട് വ്യത്യസ്തമായ ടേസ്റ്റിലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ മാവ് കുഴച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ പൂരി ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് കുഴക്കില്ലേ, അതേപോലെ നമുക്കിത് കുറേശ്ശെ വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ കറക്റ്റ് പൂരിക്ക് എങ്ങനെയാണോ കുഴക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. കാരണം നമുക്ക് ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ പുറമേയുള്ള ഭാഗം ഒരു പൂരി പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിനി കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് കവർ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ ഞാനിവിടെ ബീഫ് വെച്ചിട്ടാട്ടോ ഈ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്ത ബീഫാണ് കേട്ടോ ഇത്. ഇനി ഈ ബീഫിനെ ഒന്ന് പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചോപ്പറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചോപ്പർ ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറില്ലേ അതിലിട്ടിട്ട് ജസ്റ്റ് പൾസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇനി അതൊന്നും അല്ലെങ്കിൽ കൈ കൊണ്ട് പിച്ചെടുത്താലും മതി. എന്തായാലും നമുക്ക് ഇതുപോലെ കിട്ടണം. ഒരുപാടങ്ങ് പൊടിക്കരുത് കേട്ടോ, ജസ്റ്റ് ഒരു പിച്ചെടുക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഈ സവാളേനെ നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. അപ്പോൾ ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി. കാരണം നമ്മൾ ഓൾറെഡി ബീഫ് കുക്ക് ചെയ്തപ്പോൾ അതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പൂരി ആ മാവ് കുഴച്ച് വെച്ചില്ലേ അതിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ചേർക്കരുത്, കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ സവാളേനെ നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം. സവാള നന്നായിട്ട് തന്നെ വാടി വരണം കേട്ടോ. അപ്പോൾ ഏകദേശം കുറച്ചൊന്ന് വാടി വന്നാൽ നമുക്കിനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണ്ടോ നമ്മൾ ചേർക്കാൻ. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് നമ്മൾ ചേർത്തു. പിന്നെ നമ്മൾ ബീഫ് കുക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അതിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അതിലെ മുളക് പൊടിയുടെ അളവും നമ്മുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്ര മാത്രമേ ഞാൻ അതിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതിൽ ഞാൻ വേറെ ഒരു മസാലപ്പൊടികളും ചേർക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ബീഫ് കുക്ക് ചെയ്യുന്നതിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിൽ വേറെ ഒന്നും ചേർക്കാത്തത്. ഇനി ഇതപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മളൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ബീഫും കൂടെ ചേർത്തിട്ട് നമുക്കിനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബീഫും ഉള്ളിയും എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇപ്പോൾ നമ്മുടെ ഇറച്ചിപ്പത്തിരിയുടെ മസാല റെഡിയായി. പിന്നെ അതിൻ്റെ പൂരിക്കുള്ള മാവും കുഴച്ച് വെച്ചു. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഒന്ന് പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ള പൂരികൾ പരത്തിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ മാവാണിത്. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് സമയം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. ഇനി നമുക്കിതിനെ ചെറിയ ബോൾസ് ആക്കിയിട്ട് പൂരിയുടെ ഒരു വലിപ്പത്തിൽ നമുക്ക് പരത്തിയിട്ട് എടുക്കണം. അതായത് ഇത്രയും വലിപ്പമുള്ള ബോൾസ് മതി കേട്ടോ. നമ്മൾ ഒരുപാട് വലിയ ഇറച്ചിപ്പത്തിരി എല്ലാം ഉണ്ടാക്കുന്നുണ്ട്, മീഡിയം സൈസിലല്ലേ. അപ്പോൾ ചെറിയ പൂരികളായിട്ട് വേണം പരത്തിയെടുക്കാൻ. ഇപ്പോൾ ഞാനിവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 4 എണ്ണം പരത്തി വെച്ചു. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലിൻ്റെ ഫില്ലിങ് എങ്ങനെയാണ് ഫില്ല് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു പൂരി ഇതുപോലെ വെക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മസാല നമുക്ക് 1 സ്പൂണ് ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കണം കേട്ടോ. അതിൻ്റെ സെൻറ്ററിലേക്ക് ആക്കിയിട്ട് കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ഇതുപോലെ വേറൊരു പൂരി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡ്സ് ഉണ്ടല്ലോ, ഇതിൻ്റെ സൈഡ് നമുക്കെല്ലാം ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ സൈഡെല്ലാം നല്ലോണം ഒട്ടി വരും.
അപ്പോൾ നമ്മൾ ഒരുപാട് ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാത്തിനും കൂടെ പൂരി ആദ്യം പരത്തി വെക്കണ്ട, കാരണം അതൊന്ന് ഡ്രൈ ആവും. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഒട്ടി പിടിക്കില്ല. അപ്പോൾ കുറച്ചെണ്ണം ഇങ്ങനെ ചെയ്യുക, ആദ്യം ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കി പരത്തിയാൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡ് ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായൊരു വേയാണ് കാണിക്കുന്നത്. ഒരു ഫോർക്ക് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ശരിക്കും ഇത് പിരിച്ചിട്ടാണ് കേട്ടോ എടുക്കുക, പക്ഷേ നമുക്ക് ചെയ്യാൻ എളുപ്പം അങ്ങനെയാണ്. ഇനി അതല്ല, പിരിച്ചെടുക്കണമെങ്കിൽ ഇതുപോലെ വേണം ട്വിസ്റ്റ് ചെയ്ത് എടുക്കാൻ. അപ്പോൾ ഇത് പിരിക്കാൻ എനിക്കത്ര വലിയ അറിവൊന്നുമില്ല കേട്ടോ, എനിക്ക് കഴിയുന്ന രീതിയിൽ ചെയ്യുക. ശരിക്കും ഇറച്ചിപ്പത്തിരി ഇങ്ങനെ പിരിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാവാറ്. അപ്പോൾ എന്തായാലും നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ പണി. അപ്പോൾ നമ്മുടെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ പൂരിക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ പൊങ്ങി വരും. അങ്ങനെ പൊങ്ങി വന്ന ശേഷം മാത്രമേ നമ്മളിത് തിരിച്ചിടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി കുറച്ച് മധുരം കൂടി വേണമെന്നുള്ളവർക്കാണെങ്കിൽ അതിന് വേറൊരു വഴിയുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ നമ്മളിതിനിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാത്തിനും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് ഇതുപോലുള്ളൊരു കാസറോളിലേക്ക് ഇട്ട് വെക്കുക കേട്ടോ, നല്ലത്. അപ്പോൾ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി വരും. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക, പക്ഷെ നമ്മളിതുപോലെ കാസറോളിൽ ഇടുമ്പോൾ അതൊന്ന് സോഫ്റ്റായി വരും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മധുരം ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോൾ എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. ഇനി മധുരം വേണ്ടവരാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആകെ 6 ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അതിൽ 3 എണ്ണമാണ് ഞാൻ മധുരമുള്ള രീതിയിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഈ ചട്ടിപ്പത്തിരി എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുട്ടയുടെ അളവും കൂട്ടി കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ റെഡിയാക്കിയ ഒരു ബാറ്ററല്ലേ മുട്ടയുടെ, അതിൽ നമ്മുടെ ഇറച്ചിപ്പത്തിരീനെ ഇതുപോലെ 2 സൈഡും നല്ല പോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ ചൂടാക്കി വെച്ചിരിക്കുന്ന ഫ്രൈ പാനിലെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുത്ത ശേഷം നമ്മളിനി ഇതിനെ 2 സൈഡും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അതുമ്പോൾ നമ്മൾ ഈ കോട്ട് ചെയ്ത മുട്ട നന്നായിട്ടൊന്ന് വേവുന്നത് വരെ നമ്മളൊന്ന് ജസ്റ്റ് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്, അപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറമെ ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു മധുരം ഉണ്ടാവും, ഉള്ളിൽ നല്ല എരിവുള്ള മസാല ഉണ്ടാവും. മറ്റേ രീതിയിലാണെങ്കിൽ പിന്നെ കംപ്ലീറ്റ് എരിവുള്ളതും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ 2 രീതിയിലും റെഡിയാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ റെഡിയാക്കി നോക്കാം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.